സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. കാരണം അത് വളരെ ആവശ്യമായ ഒരു തീരുമാനമായിരുന്നു. കാരണം പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം മുതലായ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ പലപ്പോഴും ബില്ലുകൾ അയക്കാതെയും അതിന്റെ മുകളിൽ കയറി അടയിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ അത് സുപ്രീം കോടതി അതിന്റെ ഒരു സമയപരിധി നിശ്ചയിച്ചത് നല്ല കാര്യമാണ്. പക്ഷെ സമയപരിധി മാത്രം നിശ്ചയിച്ചതുകൊണ്ട് ആയില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇതിൽ ഏതു തരത്തിലുള്ള ബില്ലുകളാണ് ഈ ഗവർണർ പ്രസിഡന്റിന് അയക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഭരണഘടനയിൽ വ്യക്തതയില്ല. ഭരണഘടന കൂടി പറയുന്നത് ഹൈക്കോടതിയുടെ അധികാരങ്ങളെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ അത് അയക്കണം, അത് തീർച്ചയായിട്ടും അയച്ചിരിക്കണം എന്ന് മാത്രമേ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുള്ളൂ. അല്ലാതെ മറ്റു ബില്ലുകളെ കുറിച്ചൊക്കെ ഭരണഘടന നിശബ്ദത പാലിച്ചിരിക്കുകയാണ്. അതിനകത്ത് വ്യക്തതയില്ലാത്തത് കാരണം പല ഗവർണർമാരും അത് ഉപയോഗിച്ചുകൊണ്ട്, ആ അവ്യക്തത ഉപയോഗിച്ചുകൊണ്ട് പല ബില്ലുകളും ഇവർ നേരെ പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത ആവശ്യമാണ് എന്നുള്ളതാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. കാരണം അത് മിസ്യൂസ് ചെയ്യാൻ ഇനിയും, ഞാൻ ഈ വിധിന്യായം കണ്ടില്ല, അത് വായിച്ചു നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. കേട്ട ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം സുപ്രീം കോടതി വയ്ക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഭരണഘടനയിൽ അവ്യക്തതയുള്ളപ്പോൾ അതിൽ വ്യക്തത കൊണ്ടുവരേണ്ട ഒരു ചുമതല സുപ്രീം കോടതിയുടെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. കാരണം ഒരു അസംബ്ലി പാസ്സാക്കുന്ന ഒരു ബില്ല് ഒരു ഗവർണർക്ക് യഥേഷ്ടം അതിന്റെ പുറത്തു കയറി ഇരിക്കാമെന്നും അത് വേണമെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയച്ചിട്ട് അവിടെ അതിനെ കില്ല് ചെയ്യാമെന്നും ഒക്കെ പറയുന്നത്. കാരണം ഈ രാഷ്ട്രപതിക്ക് അയക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഷ്ട്രപതി എന്ന് പറഞ്ഞ ഹോം മിനിസ്ട്രിയാണ് അത് തീരുമാനിക്കുന്നത്, അതായത് കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ അർത്ഥം സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കുന്ന ഒരു ബില്ല് അങ്ങോട്ട് അയച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റാണ് അതിന് തീരുമാനം എടുക്കുന്നത്. അങ്ങനെയാണ്. അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. കാരണം നമ്മുടെ ഈ ഭരണഘടന അനുസരിച്ചൊരു ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്. സംസ്ഥാനത്തിന് പൂർണ്ണമായ അധികാരമുണ്ട് നിയമനിർമ്മാണത്തിന്. പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് അത് വേണ്ട എന്ന് കരുതിയാൽ തീർന്നു, പരിപാടി തീർന്നു. അപ്പൊ അങ്ങനെയല്ല, അത് നമ്മുടെ ഫെഡറലിസത്തിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് സുപ്രീം കോടതി വാസ്തവത്തിൽ ആ ഒരു ഇഷ്യൂയിൽ കൂടെ വ്യക്തമായ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.